ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ 5 പ്രീമിക്സ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സേമിയ ഉപ്മ. നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന എല്ലാ റെസിപ്പീസിന്റെയും ഡീറ്റെയിൽഡ് ആയ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ കൂടെ പറഞ്ഞു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് ഗീ അല്ലെങ്കിൽ ഓയിൽ കുറച്ച് ഒഴിക്കാം. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക ഗീ ആണ്. പെട്ടെന്ന് റാൻസിഡ് ആയി കേട് വന്ന് പോവില്ല. ഇനി ഇതിലോട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ച ഓണിയൻസ് കൂടി ഇട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഡീഹൈഡ്രേറ്റ് ചെയ്ത ഓണിയൻസ് ആണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എയർ ഫ്രയർ അല്ലെങ്കിൽ ഓവനിൽ ഡീഹൈഡ്രേറ്റ് ചെയ്ത ഓണിയൻസ് ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മാജിക് ക്യൂബും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ സേമിയ ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അപ് ടു 2 വീക്സ് വരെ നിങ്ങൾക്ക് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ കുക്കിംഗ് പ്രോസസ് വളരെ സിമ്പിൾ ആണ്. നമുക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ട് കിട്ടും. ഈ ചൂടുവെള്ളം ഒഴിക്കുന്ന കണ്ടെയ്നർ ബേസിക്കലി മെറ്റൽ കണ്ടെയ്നർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ചൂട് അതിൽ എപ്പോഴും കുറച്ച് അധികം ടൈമിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. എനിവേസ് നല്ലൊരു ഓപ്ഷൻ ആണ്. ട്രൈ ദിസ് ഔട്ട്. നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി വന്നിട്ട് പൊങ്കലാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ എത്ര പേർക്ക് അറിയുന്ന അറിയില്ല. തമിഴ്നാടിന്റെ ഭയങ്കര ട്രഡീഷണൽ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് പച്ചരസയും പിന്നെ 1 കപ്പ് മൂങ്കാലും ആണ് എടുത്തേക്കുന്നത്. രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ വാഷ് ചെയ്തിട്ട് ഒന്ന് സൺ ഡ്രൈ ചെയ്തെടുക്കണം. ഒരു 1-2 ദിവസം. ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ടൊരു പാൻ വെച്ച് ഓയിൽ ഒന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഒരു 2 മിനിറ്റിന് മാത്രം. ഇനി ഈ ഒരു മിക്സ് മാറ്റി വെച്ചതിന് ശേഷം ആ സെയിം പാനിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളകാണ് ആവശ്യം. ഒത്തന്റിക് റെസിപ്പിയിൽ ആക്ച്വലി പച്ചമുളകാണ് ഉപയോഗിക്കുക. പക്ഷെ പച്ചമുളക് നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നേരിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് പാനിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇത് സ്വാപ്പ് ചെയ്തിട്ട് റെഡ് ചില്ലീസ് ഉപയോഗിക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് ജീരകവും കുറച്ച് പെപ്പറും കുറച്ച് കറിവേപ്പിലും കൂട്ടിയിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് കായത്തിന്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അപ്പൊ ഈ ഒരു പ്രീമിക്സിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലോട്ട് ഒരു 1:2 റേഷ്യോയിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് 2 വിസിൽ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യമ്മിയസ്റ്റ് പൊങ്കൽ റെഡിയാണ്. കുറച്ച് ഗീയും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത ഇൻസ്റ്റന്റ് പ്രീമിക്സ് റെസിപ്പി ഉപ്മാവാണ്. എന്റെ ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതും കടുകിട്ട് പൊട്ടിക്കാം. അപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് വളരെ ഫൈൻ ആയിട്ട് അരിഞ്ഞു വെച്ച് ഗ്രീൻ ചില്ലീസ്, ജിഞ്ചർ ആൻഡ് ഓണിയൻസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉഴുന്നുപരിപ്പും പീനട്സ് ആഡ് ചെയ്യേണ്ടത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് 2 കപ്പ് റോസ്റ്റഡ് റവയാണ് നമ്മൾ ഇടുന്നത്. റോസ്റ്റഡ് റവ ആണെങ്കിൽ പോലും നമുക്ക് ഇതിലിരുന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഉപ്പ് ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് കൂൾ ഡൗൺ ആയതിനു ശേഷം നമുക്കൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു മിക്സ് നമുക്ക് 2 വീക്സ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ഓണിയൻസ്, ഗ്രീൻ ചില്ലീസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അപ് ടു 1 മന്ത് 2 മന്ത് വരെ ഇത് കേടുകൂടാതിരിക്കും. ആൻഡ് നമ്മൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുന്ന മാതിരി സെയിം പ്രോസസ് ആണ്. ജസ്റ്റ് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്മാവ് റെഡിയാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രീമിക്സ് റെസിപ്പി എന്ന് പറയുന്നത് കിച്ചടിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 ടൈപ്പ് ഓഫ് ഡാൽസ് ആണ് എടുത്തിരിക്കുന്നത്. മൂങ് ഡാൽ, ചന ഡാൽ ആൻഡ് മസൂർ ഡാൽ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഡാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒപ്പം തന്നെ 2 കപ്പ് റൈസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്യാനൊന്നും പാടില്ല. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം 2 ദിവസം സൺ ഡ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പൾസ് മോഡിലിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഈ രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു തടുക്കയാണ് വേണ്ടത്. അപ്പൊ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ജീരകം, വറ്റൽ മുളക്, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ചു വെച്ച മിക്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഒരു കുറച്ച് കായം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിന്റെ കുക്കിങ്ങും പൊങ്കലിന്റെ കുക്കിങ്ങും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ഈ ഒരു മിക്സ്. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു 2 വിസിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആൻഡ് അവസാനം നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. അപ്പൊ ഉറപ്പായിട്ടും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രീമിക്സ് റെസിപ്പി എന്ന് പറയുന്നത് ഇഡ്ലി ദോശ മിക്സ് ആണ്. ഇതിന് ഞാനൊരു പ്രീമിക്സ് റെസിപ്പി എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനൊരു ഫെർമെന്റേഷൻ പ്രോസസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോർണിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ രാത്രി ഇത് ജസ്റ്റ് 2 സ്കൂപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫെർമെന്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോഴേക്കും ഈ ഒരു ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് റൈസ് ആയിട്ടുണ്ടായിരിക്കും. നോർമലി ദോശ ഇഡ്ലി ബാറ്ററിന് റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റേഷ്യോ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഫ്ലഫി ഇഡ്ലീസ് അല്ലെങ്കിൽ ദോശയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ എക്സാക്ട് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് വിത്ത് മെഷർമെന്റ്സ് നമ്മൾ താഴത്ത് കൊടുത്തിട്ടുണ്ട്. സോ വൺസ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഇതിൽ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മന്ത്സ് വേണമെങ്കിലും ഇത് പ്രോപ്പർ ആയിട്ട് ഡ്രൈ ചെയ്തൊരു സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാവ് അരയ്ക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം
ഒന്ന് എഫേർട്ട് ഇട്ട് ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചാൽ മതി. അടിപൊളിയായിട്ടുള്ള എക്സാക്ട് സെയിം ടൈപ്പ് ഓഫ് ദോശാസ് നിങ്ങൾ എങ്ങനെ പച്ചമാവ് അരയ്ക്കുന്നോ ആ രീതിയിൽ ഇത് കിട്ടും. ഇനി ട്രൈ ദിസ് ഔട്ട്. അപ്പൊ അത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ 5 പ്രീമിക്സ് റെസിപ്പീസ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ ഐ വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ മോർ എക്സൈറ്റിംഗ് കണ്ടന്റ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.